ഹായ്, ഞാൻ സിദ്ധാർത്ഥ്. ഞാൻ ഒരു ACCA ഫൈനലിസ്റ്റാണ്. ലാസ്റ്റ് പേപ്പർ ചെയ്യുന്നു എലാൻസ് കാലിക്കറ്റ്. 2024 തൊട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കോഴ്സാണ് ACCA. ഒരുപാട് സ്റ്റുഡൻസിന്, അതിപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞിട്ടായാലും സയൻസ് കഴിഞ്ഞിട്ടായാലും ഈവൻ കോളേജ് ഡിഗ്രി കഴിഞ്ഞിട്ട് പോലും ACCAക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ACCA ഫൈനലിസ്റ്റ് എന്ന രീതിയിൽ ഈ ഒരു കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ACCAയുടെ സ്ട്രക്ചർ, എക്സാം ഡിഫിക്കൽറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ തന്നെ ആരൊക്കെ ACCA എടുക്കണം എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ACCA എടുക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പാരൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് അത്രയും ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ 1.5x ഇട്ടായാലും വീഡിയോ കംപ്ലീറ്റ് കണ്ടാൽ മതി. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഈ ഒരു ചാനലിലൂടെ മെയിനായിട്ട് സ്റ്റഡി വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ്, അതേപോലെ ACCA റിലേറ്റഡ് കണ്ടന്റ് ഒക്കെയാണ് ചെയ്യാറ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ACCA എന്ന് പറഞ്ഞാൽ തുടങ്ങാം. സോ വാട്ട് ഈസ് ACCA? ACCA എന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ആണ്. ഇതൊരു UK ബേസ്ഡ് കോഴ്സ് ആണ്. അതേപോലെ തന്നെ 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആണ്. 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആണെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പോയി ജോലി ചെയ്യാമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം അതിൽ വേറെയും ബാരിയേഴ്സ് ഉണ്ട്. നമുക്ക് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ അറിയാതെ വേറെ ഒരു കൺട്രി പോയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് സംസാരിക്കും. സോ ഫസ്റ്റ് നമുക്ക് ബേസിക് കാര്യങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങാം. ACCAയുടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 15 പേപ്പേഴ്സാണ് ഉള്ളത്. ഇതിൽ നമുക്ക് 13 എണ്ണം എഴുതിയാൽ മതി. കാരണം ലാസ്റ്റത്തെ 4 പേപ്പറിൽ 2 എണ്ണം ഓപ്ഷനിലാണ്. 3 K ലെവൽ പേപ്പേഴ്സ്, 6 സ്കിൽ ലെവൽ പേപ്പേഴ്സ്, പിന്നെ 6 പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ്. അപ്പോൾ ഈ 6 എണ്ണത്തിൽ 2 എണ്ണം മാൻഡറ്ററി ആണ്, 2 എണ്ണം നമുക്ക് നമ്മുടെ ഓപ്ഷനാണ് ഏതെടുക്കണം. ഇതിൽ നോളജ് ലെവൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പല സ്ട്രീമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. സയൻസ് ഉണ്ടാവും, ഹ്യൂമാനിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ACCAയിലേക്ക് ഡയറക്റ്റ് വന്ന് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ബേസിക് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ് ഈ നോളേജ് ലെവൽ. നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ സയൻസ് ആയിരുന്നെങ്കിലോ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നോളേജ് ലെവലിൽ ആ ബേസിക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ +2 സയൻസ് ആണെന്ന് പഠിച്ചത്. എന്നിട്ട് I have completed 12 പേപ്പേഴ്സ് ഓഫ് ഫാർ. എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി. സോ നമുക്ക് അതിനെ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് +2 സയൻസ് ആണെങ്കിലൊക്കെ വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം നോളേജ് ലെവലിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അത് കഴിഞ്ഞ് വരുന്ന 6 പേപ്പേഴ്സാണ് ഈ ഒരു സ്കിൽ ലെവൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് പഠിക്കാനുണ്ടാവും. കാരണം നമ്മുടെ കോർ സബ്ജക്ട്സ് നമ്മൾ ഈ സ്കില്ലിലാണ് പഠിക്കുക. ഈ പഠിക്കുന്നതിൻ്റെ ഹയർ പേപ്പേഴ്സാണ് നമുക്ക് പ്രൊഫഷണൽ ലെവലിൽ വരുന്നത്. പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിൽ നമുക്ക് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു പോകുന്ന രീതി പറ്റില്ല. നമ്മളൊന്നുകൂടി ലോജിക്ക് ഉപയോഗിച്ചിട്ട് എന്താണോ ആ സിറ്റുവേഷൻ ആവശ്യം ആ കാര്യങ്ങൾ എഴുതി വെക്കണം. ഞാൻ ഓരോ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റിനെ പറ്റിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ ഫുൾ ഒരു ഐഡിയ കിട്ടും. സോ ചുരുക്കം പറയുകയാണെങ്കിൽ ACCA നിങ്ങൾ വൃത്തിയായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകാൻ പറ്റും. സോ വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞല്ലോ, അവിടെയാണ് നമുക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത്. നിങ്ങൾക്ക് ACCA ഓൺലൈനായിട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതേപോലെ തന്നെ ക്ലാസ്സസ് ഇംഗ്ലീഷിലൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെൽ എഡ്യൂക്കേഷൻ. സെല്ലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ അവർക്ക് 360 ഡിഗ്രി പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ജോബിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ പഠിപ്പിച്ചിറക്കുന്നല്ലാതെ നമുക്കൊരു ജോബ് കിട്ടാൻ വേണ്ട കാര്യങ്ങളൊന്നും അവർ ചെയ്തു തരില്ല. അതുമാത്രമല്ല നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജസ്റ്റ് ACCA പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ ACCA പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരനെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഈ ബുക്കിലുള്ള നോളേജ് മാത്രമേ ഉള്ളൂ. അവർ വേറെ ഒരു വർക്കും ചെയ്തിട്ടുണ്ടാവില്ല. സോ നമുക്ക് ACCA പോലെയോ പ്രൊഫഷണൽ കോഴ്സിൽ അങ്ങനെ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? നമുക്ക് ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളും കൂടി പറഞ്ഞു തരണ്ടേ? സെല്ലിൽ പഠിപ്പിക്കുന്ന ഓരോ ഫാക്കൽറ്റിയും ACCA മെമ്പേഴ്സും ആണ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൻ്റെ പുറമെ ഒരുപാട് നോളേജ് അവരുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ ACCAയുടെ ഒരു പാസിംഗ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 45% ആണ് ഗ്ലോബലി. പക്ഷേ സെല്ലിൻ്റെ പാസ് റേറ്റ് എന്ന് പറയുന്നത് 85% ആണ്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡബിൾ റിസൾട്ട്സ് ആണ്. നിങ്ങളിപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ള 5 ഡേയ്സ് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പ്രാക്ടിക്കലല്ല. അപ്പോൾ സെല്ലിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. അത് വീക്കെൻഡ്സിൽ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇപ്പോഴാണെങ്കിൽ നമുക്കൊരു ഫ്രീ ആയിട്ട് 1-to-1 കൗൺസിലിംഗ് സെഷനും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവരെ ക്ലിയർ ചെയ്ത് തരും. അതുമാത്രമല്ല ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ACCA എടുക്കണോ, നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സെല്ല് നടത്തുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ACCA എടുക്കണോ അതോ വേറെ വല്ല കോഴ്സും നോക്കണോ എന്നുള്ള കാര്യം. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് സെഷൻ കിട്ടാനും അതേപോലെ തന്നെ ഫെർദർ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്ത് തരും. ഇനി നമുക്ക് ACCAയുടെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ACCAയിൽ നമുക്ക് കുറേ ടൈപ്പ് എക്സ്പെൻസ് വരാനുണ്ട്. അപ്പോൾ അതിൽ മെയിൻ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീയാണ്. ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടയ്ക്കുന്ന പേയ്മെൻറ്റ്. അത് നമുക്ക് ഓൺ ആൻ ആവറേജ് 2.5 lakh തൊട്ടിട്ട് 3 lakh വരെയൊക്കെയാണ് ആവറേജ് ഉണ്ടാവുക. ഇത് നമ്മൾ പാക്കേജായിട്ട് 13 പേപ്പേഴ്സ് എടുക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞാൽ, അല്ല നമുക്ക് സിംഗിൾ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ റേറ്റ് കൂടും. പിന്നെ വരുന്നത് നമുക്ക് എക്സാം ഫീ ആണ്. ഈ എക്സാം ഫീ നോളേജ് ലെവലിൽ നമുക്ക് 12,500, 13,000 ആ റേഞ്ചൊക്കെ ഉണ്ടാവുക. സ്കിൽ ലെവൽ 16,500, 17,000 ആ റേഞ്ച് ഉണ്ടാവുക. ഇതെന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം പൗണ്ടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ പ്രൊഫഷണൽ ലെവലിൽ ഒരു പേപ്പർ നമുക്ക് വരുന്നത് 32,000 ആണ്. അത് SBL ആണ്, മാൻഡറ്ററി പേപ്പറാണ്. ബാക്കി പേപ്പേഴ്സ് 23,000, 24,000 ആ റേഞ്ചൊക്കെയാണ് വരിക.
ഞാൻ ഈ പറഞ്ഞ എമൗണ്ടൊക്കെ ബാങ്ക് ചാർജസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇതിന് പുറമെ ഇതിലധികം വരില്ല എന്തായാലും. പിന്നെ നമുക്ക് ഹിഡൻ കോസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്ന ഒരു ചിലവാണ് സബ്സ്ക്രിപ്ഷൻ ഫീ. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് 16,500 ആ റേഞ്ചൊക്കെയാണ് വരിക. ഇത് നമ്മൾ എല്ലാ ജാനുവരിയിലും പേ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പഠിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫീ അടയ്ക്കണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ 20,000 മേലെ നമ്മൾ മെമ്പർഷിപ്പ് ഫീ ആയിട്ട് അടയ്ക്കണം. ഇത് ആക്ച്വലി നമുക്ക് കിട്ടുന്ന സാലറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു എമൗണ്ട് ഒന്നും പറയാനില്ല. ഇനീഷ്യൽ സ്റ്റേജസിൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും. പിന്നെ നല്ല കമ്പനീസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഫീ ഒക്കെ അവർ തന്നെ പേ ചെയ്യും. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് പുറമെ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചിലവ് എങ്ങനെ പോലും ഉണ്ടാവുമല്ലോ. നമുക്ക് ഓൺ ആവറേജ് ഒരു 10,000 രൂപയൊക്കെയാണ് കോഴിക്കോട് കൊച്ചിയിലൊക്കെ നിൽക്കാനാവുക. അപ്പോൾ അത് 3 കൊല്ലത്തേക്ക് എത്രയാണ് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അറിയാം. സോ എങ്ങനെ പോലും ഒരു 8 ലക്ഷം അല്ലെങ്കിൽ 9 ലക്ഷം രൂപയുടെ അടുത്താവും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എക്സാം ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാം ഫീ ഒന്നും കൂടി പേ ചെയ്യണം. ലൈക്ക് നിങ്ങൾ ഏത് പേപ്പറാണോ ഫെയിൽ ആയത് ആ പേപ്പറിൻ്റെ എക്സാം ഫീ ഒന്നും കൂടി അടയ്ക്കണം. എന്നാലും നമുക്ക് രണ്ടാമത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കോഴ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ പേപ്പേഴ്സും ഒറ്റയ്ക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ എങ്ങനെ പോലും സുഖസുന്ദരമായിട്ട് തീർക്കാൻ പറ്റും. പിന്നെ ഫെയിൽ ആവുകയാണെങ്കിൽ ഒരു പേപ്പർ ഫെയിലായി നിങ്ങൾ 3 മാസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം ഫെയിൽ ആവുകയാണെങ്കിൽ എക്സ്ട്രാ 3 കൊല്ലം എന്നുള്ളത് 4 കൊല്ലമാവും, 4 കൊല്ലം എന്നുള്ള 5 കൊല്ലമാവും. സോ അതുകൊണ്ട് തന്നെ ഓരോ പേപ്പേഴ്സ് എടുക്കുക, വളരെ കെയർഫുള്ളായിട്ട് ട്യൂട്ടർ എന്താണോ പറയുന്നത് അത് കേട്ട് പഠിക്കുക. ഇനി നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി സംസാരിക്കാം. നമുക്ക് ACC കഴിഞ്ഞാൽ മെയിനായിട്ട് ഫിനാൻസ്, അക്കൗണ്ടിങ്, അതേപോലെ തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ജോബുകളൊക്കെയാണ് കിട്ടുക. ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പണിങ്സ് വരുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്, അതേപോലെ തന്നെ ടാക്സേഷൻ, ഓഡിറ്റിങ്, ഈ വക കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ ആൾക്കാർ ആ ഒരു ഫീൽഡ് തന്നെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അവിടെ നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിലാക്കി നമുക്ക് ഏത് ഫീൽഡിലോട്ടാണ് പോകേണ്ടത് ആ ഫീൽഡിലേക്ക് പോകാം. സോ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ സാലറിയുടെ കാര്യം അറിയാനായിരിക്കും. നമുക്ക് സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് വലിയ എമൗണ്ട് ഒന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഒരു 20,000 രൂപയൊക്കെ എങ്ങനെ പോലും ഒരു ജോബിന് കിട്ടും. പിന്നെ നിങ്ങളൊരു CFMലൊക്കെ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ അവിടെ പോയാൽ 5,000 രൂപയൊക്കെ കിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഒരു പ്രോപ്പർ ജോബിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവരുത്. ഈ 20,000 രൂപ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമ്മൾ അവിടെ വർക്ക് ചെയ്യുക, നമുക്ക് വേണ്ട എക്സ്പീരിയൻസ് നേടിയെടുക്കുക, നോളേജ് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ 13 പേപ്പർ കഴിഞ്ഞുകൊണ്ട് ഒരു ACC ആവുന്നില്ല, ACC അഫിലിയേറ്റ് ആവുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും നമ്മുടെ ട്രെയിനിങ് പീരീഡിലാണ്. ഒരു 3 കൊല്ലം കുറച്ച് ലോ സാലറിയിലാണെങ്കിലും വർക്ക് ചെയ്യുക, എക്സ്പീരിയൻസ് നേടിയെടുക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു ACC മെമ്പർ ആവുക. അതിനുശേഷം നിങ്ങളുടെ സാലറി ഡബിളോ ത്രിബിളോ ഒക്കെ ആയി മാറിക്കോളും. നമുക്കൊരു 2 കൊല്ലം അല്ലെങ്കിൽ 2.5 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് തന്നെ UAE നോക്കുകയാണെങ്കിൽ നമുക്ക് 6,000-7,000 ദിർഹംസ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് കരിയർ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും, നമുക്ക് ആവശ്യത്തിന് സാലറി എന്തായാലും കിട്ടും. സോ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഇത്രയാണല്ലോ സാലറി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സെറ്റ് അടിക്കേണ്ട. കാരണം ബാക്കി ഏത് കോഴ്സ് എടുത്ത് നോക്കിക്കോളൂ, നമുക്ക് ഇത്രയൊക്കെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുള്ളൂ. പിന്നെ ACC കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, എന്താണ് പഠിക്കണമെന്നൊന്നും അറിയില്ലെങ്കിൽ ബേസിക് ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന കുറച്ച് കോഴ്സുകൾ പറഞ്ഞുതരാം. MBA അത്യാവശ്യം ആൾക്കാർ ചെയ്യുന്നുണ്ട്. ACC കഴിഞ്ഞ ആൾക്കാർ ഒന്നും കൂടി മാനേജ്മെൻറ്റ് ഫീൽഡിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ MBA ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് CFA ചെയ്യുന്നുണ്ട്. ഫിനാൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് എൻറോൾഡ് ഏജന്റ് ആണ്. എൻറോൾഡ് ഏജന്റ് ബേസിക്കലി US ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ഈ കോഴ്സസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ചെയ്തോ, ഞാനതൊരു വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി ഹൂ ഷുഡ് ടേക്ക് ACC? നിങ്ങൾക്ക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ്, ടാക്സേഷൻ ഈ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കോർപ്പറേറ്റ് ലൈഫാണ് ഇഷ്ടം, ലൈക്ക് ഓഫീസിൽ പോകാനും അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനും അതൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ബിസിനസ് തുടങ്ങാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കോഴ്സ് പഠിച്ച് അതിന് കിട്ടുന്ന നോളജ് എന്തായാലും ഹെൽപ്ഫുൾ ആവും. അതല്ലാതെ ഒരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ ആ റിലേറ്റഡ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കോഴ്സ് എടുക്കരുത്. കാരണം നമുക്ക് ഇന്ത്യയിൽ ഒരിക്കലും ACC വെച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് ജോബ് കിട്ടില്ല. സോ നിങ്ങൾക്ക് കൊമേഴ്സ് ഒക്കെ ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്, അക്കൗണ്ടിങ്, ബിസിനസ്, ടാക്സേഷൻ ഈ ടോപ്പിക്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ACC എടുക്കാം. അപ്പോൾ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് മോസ്റ്റ്ലി ഒരു അൺസർട്ടനിറ്റീൻ്റെ പുറത്ത് വരുന്നതാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവർക്കൊക്കെ ജോബ് എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നിങ്ങൾ കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ACC പഠിക്കുന്ന പിള്ളേർ നമ്പേഴ്സ് പറയുന്നത് ഭയങ്കര കുറവാണ് ബാക്കിയുള്ള കോഴ്സസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ബിഫോർ ടേക്കിംഗ് ACC. സോ ACC എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ മൈൻഡിൽ വെക്കേണ്ട കാര്യം, അത്യാവശ്യം ഫണ്ട് ഇറങ്ങും. ഞാൻ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ 3 കൊല്ലത്തിനുള്ളിൽ ആ ഒരു എമൗണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ കോഴ്സ് എടുക്കാവൂ. അല്ലെങ്കിൽ നമ്മുടെ പഠിത്തം പകുതിക്ക് വെച്ചൊക്കെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സുഖമുള്ള പരിപാടിയാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ലൈക്ക് നമുക്ക് ജോബും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കണക്ഷൻസ് വേണം. ലൈക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലൊക്കെ റെഫറൽസിനാണ് കൂടുതൽ വാല്യൂ. ലൈക്ക് നമുക്ക് നല്ല CV ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് HR ഡെസ്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് കട്ട് പോലെയാണ്, നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് എത്താൻ പറ്റും. പിന്നെ ബാക്കി നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. സോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ജോബിനായിട്ടുള്ള കാര്യങ്ങളും കൂടി പതിയെ ഒരു സൈഡിൽ നിന്ന് ചെയ്തു വെക്കണം. അല്ലാതെ പഠിച്ച് കഴിഞ്ഞിട്ട് ജോബിനെ പറ്റി ആലോചിക്കുക ആ ഒരു റൂട്ടാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ACC എടുത്ത് കുറച്ച് കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പഠിച്ചു കഴിഞ്ഞാൽ.
മെജോറിറ്റി ആൾക്കാർ ഈ ജോലി ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പഠിക്കുന്ന കാലത്ത് അവരിതൊന്നും ചെയ്തു വെക്കില്ല. ജസ്റ്റ് എക്സാം എന്താ അത് എഴുതി പാസ്സായി പോകും. എന്നിട്ട് പഠിച്ചു കഴിയുമ്പോൾ ജോബിനെ പറ്റി ചിന്തിക്കും. അപ്പോൾ ഒരു 6-7 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തോളം അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ജോബിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആ സൈഡിൽ ചെയ്തു വെക്കണം. പിന്നെ തേർഡ് കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ ഡിഗ്രി എടുക്കാൻ മറക്കരുത്. ഡിസ്റ്റൻ്റ് ആയിട്ട് BCom ഡിഗ്രി അതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ BCom ഡിഗ്രി മസ്റ്റായിട്ട് എടുക്കുക, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുക. അല്ലാതെ വർക്ക് കുറവാണ്, അസൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഉഡായിപ്പ് യൂണിവേഴ്സിറ്റി പോയി എടുക്കരുത്. നമുക്കതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. നമ്മുടെ 3 കൊല്ലം പോകുന്നു മാത്രമല്ല, ACCA കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഡിഗ്രിക്ക് കൈയും കാലത്ത് അടിക്കേണ്ടി വരും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയില്ല. പഠിച്ചൊക്കെ കഴിഞ്ഞ് ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴാണ് മക്കളെ, ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർക്ക് ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ACCA 13 പേപ്പേഴ്സ് ഇനിയിപ്പോൾ ഫുൾ മാർക്കിൽ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു ബേസ് പോലെയാണ് ആൾക്കാർ കാണുന്നത്. അതിൻ്റെ പുറത്ത് വേണം നമ്മൾ ഈ ACCA, CMA, US ഈ ടൈപ്പ് കോഴ്സൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ. സോ ഡിഗ്രിക്ക് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ ACCA ചേരുന്ന ടൈമിൽ തന്നെ ഡിഗ്രിയും കൂടി ചേരുക. പലരും ACCA പഠിക്കുന്നവർ ഡിഗ്രി എടുക്കുന്നില്ല. ഞാനത് പ്രത്യേകം നോട്ടീസ് ചെയ്തുകൊണ്ടാണ് സ്പെഷ്യലി എടുത്തു പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ACCA എടുക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ, ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ കയറി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. സോ എല്ലാവരുടെയും ഒരുവിധം സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്തുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.